ജിക്യുവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചുള്ള മൂന്നാമത്തെ അപ്ഡേറ്റ് അല്ലേ. ഇത് വന്നിരിക്കുന്നത് അങ്ങ് തെലുങ്കിൽ നിന്നാണ്, തെലുങ്ക് നാട്ടിൽ നിന്നാണ്. അതായത് ഇതുവരെ 2 അപ്ഡേറ്റും വളരെ പ്രോമിസിങ് ആയിരുന്നു. ഇത് ആകാശംലോ ഒക്കത്താര, ആകാശത്തിൽ ഒരു നക്ഷത്രം, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥമെന്ന് തോന്നുന്നു. സോ അതിൻ്റെ ഒരു ഗ്ലിംസ് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം എന്താ പരിപാടി എന്ന് കണ്ടിട്ട് നമുക്ക് ടീസറല്ലേ ഗ്ലിംസ്. ഗീത ആർട്സ്, അല്ലു അരവിന്ദ്. ഇവര് രാജസ്ഥാനിലെ അല്ലല്ല, ഇത് ഗുജറാത്തിലല്ലേ? അതല്ലേ ആ സ്ഥലമല്ലേ? എനിക്കറിയത്തില്ല. ജി പ്രകാശ് കുമാർ, പവൻ സഗനി, ഹാപ്പി ബർത്ത്ഡേ ദുൽഖർ സൽമാൻ. അത്രേ ഉള്ളൂ. മിക്കവാറും അത്രയാണ് തോന്നുന്നു. അവളതാനാ ഇതൊരു അപ്പോൾ ഇത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും അറിയില്ല. ഒരു ഫീൽ ഗുഡ് പടമായിരിക്കും എന്ന് തോന്നുന്നു അല്ലേ. ഷോർട്ട് സെലക്ഷനൊക്കെ കൊള്ളാം. പക്ഷേ ആകാശംലൊക്കെ തരോ ഒരു അച്ഛനും മോളും വേണോ, അതാണ് കാണിച്ചത്. അതെ, രണ്ടുപേരും പുള്ളി പണിയെടുക്കുന്നു, മകൾ ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോകുന്നതിനുള്ളതായിരിക്കും. അറിയില്ല, ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഇപ്പോഴാണ് ഇങ്ങനൊരു സിനിമ തന്നെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് അല്ലേ. ഇങ്ങനെ അണ്ടർ പ്രൊഡക്ഷൻ ആണെന്ന് പോലും അറിയുന്നത് ഈ ഗ്ലിംസ് വന്നതിന് ശേഷമാണ്. നമ്മൾ തൊട്ടുമുമ്പത്തെ വീഡിയോ പറഞ്ഞേ ഉള്ളൂ ഈ സെലക്ഷൻ ഓഫ് സിനിമയെ പറ്റി. ഇപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു പുള്ളി എങ്ങനെ, അതായത് ഒരു നടൻ എന്ന രീതിയിൽ ദുൽഖർ സൽമാനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ ആ ടൈപ്പ് ഓഫ് സിനിമകളാണ് പുള്ളി എടുക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ കൂടുതൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ അയാം ഗെയിം പോലത്തെ ഒരു സ്റ്റാർ മെറ്റീരിയൽ പടങ്ങളും ചെയ്യുന്നുണ്ട്. ടീച്ചർ എന്തോ വരുമെന്നോ പ്രതീക്ഷിച്ചിരുന്നല്ലേ? അതെ, അതിൻ്റെ ടീസറൊക്കെ അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കില്ല. അതിനറിയില്ല ഇനി എന്തെങ്കിലും ഗ്ലിംസൊക്കെ അത് വരുവാണ്. സോ ഇതിന് ബർത്ത്ഡേ വിഷാണ് അത്രേ ഉള്ളൂ. ഞാനത് എന്താ സംഭവം എന്ന് അറിഞ്ഞില്ല. ഇപ്പം നമ്മൾ കണ്ടപ്പോൾ ഇത്രയേ ഉള്ളൂ, ചിരിയേ ഉള്ളത്. പക്ഷേ ഓക്കെ, ഇനി എൻ്റെ ഡീറ്റെയിലായിട്ട് ടീസറോ ട്രെയിലറൊക്കെ വന്നാലേ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പറയാൻ പറ്റൂ. ഇപ്പോൾ ജി പ്രകാശ് കുമാറിനെ മാത്രം നമുക്ക് അറിയത്തുള്ളൂ, ബാക്കി ഡയറക്ടറിനെ ആരെപ്പറ്റി വലിയ മ്യൂസിക് നോട്ടില്ല. അതെന്തോ വേറെ ഏതോ ഒരു സംഭവം വളരെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏറ്റവും ഷോർട്ട് റിയാക്ഷൻ വീഡിയോ ആയിരിക്കും ഇത് അല്ലേ. യൂട്യൂബ് എടുത്ത് കളയാൻ പോകുന്നു. അതെ, 2 മിനിറ്റ് മാത്രമേ എങ്ങനെ കാണത്തുള്ളൂ. സോ അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി അടുത്ത അപ്ഡേറ്റ്സ് എന്തെങ്കിലും വന്നാലേ നമുക്ക് കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റൂ.